സ്വാഗതം. 50 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിച്ചു നടന്ന കൊട്ടേഷൻ തലവൻ അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് പിടിച്ചു. അറസ്റ്റ് കണ്ണൂർ നഗരത്തിൽ നിന്ന് പുലർച്ചെ 2:30 പോലീസ് വളഞ്ഞിട്ട് അകത്താക്കിയത് അഭിഭാഷകയെ കാണാനെത്തിയപ്പോൾ. ഒളിവിൽ കഴിയാൻ സഹായിച്ച 11 പേരും അറസ്റ്റിൽ. ആയങ്കിയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. വടകര ലഹരി കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തനയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. കീർത്തനയുടെ അക്കൗണ്ടിലൂടെ 5 മാസത്തിനിടെ 15 ലക്ഷത്തിന്റെ ഇടപാടുകൾ നടന്നു. മറ്റു പ്രതികളെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. നിരവധി കേസുകളിൽ ഇവർക്ക് ബന്ധം. KSRTC ജീവനക്കാരുടെ മരണത്തിനിടയാക്കിയ ബംഗളൂരു സൂപ്പർ ഡീലക്സ് അപകടത്തിന് കാരണം ഗുരുതരമായ അനാസ്ഥ. മരിച്ച മിഥിലേഷിന് വേണ്ടത്ര ഡ്രൈവിംഗ് പരിചയമില്ലെന്ന് സൂചന. ജീവനക്കാർക്ക് വിശ്രമം അനുവദിച്ചിരുന്നുവെന്ന് KSRTCയുടെ വിശദീകരണം. മരിച്ച മിഥിലേഷിന്റെയും അരുണിന്റെയും മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മുതലപ്പൊഴിയിലും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ 10ാം ദിവസം തുടരുന്നു. നീണ്ടകരയിലെ ഗൗതമിനെ കണ്ടെത്താൻ സ്കൂബ ഡൈവിംഗ് സംഘം ഇന്നെത്തും. പരിശോധന നടത്തുക കാലാവസ്ഥ പരിഗണിച്ച്. ജോണിനെ കണ്ടെത്താത്തതിൽ മുതലപ്പുഴയിൽ കടുത്ത പ്രതിഷേധം തുടരുന്നു. വീണ്ടും കടുപ്പിച്ച് ഇറാൻ. ഉപാധികൾ അമേരിക്ക അംഗീകരിക്കാതെ ഹോർമുസ് തുറക്കില്ലെന്ന് പ്രഖ്യാപനം. അമേരിക്കൻ ശ്രമം ചർച്ചകൾ താളം തെറ്റിക്കാനെന്ന് സൈന്യം. ഹോർമുസ് തുറക്കലും ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചയും തമ്മിൽ ബന്ധമില്ലെന്നും ഇറാൻ. ഹോർമുസിൽ ഇറാൻ കപ്പൽ ആക്രമിച്ചെന്ന് UAE. ഒമാൻ തീരത്തും കപ്പലാക്രമണമുണ്ടായെന്ന് UK വ്യാപാര സംഘടന. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്ക. നീട്ടിക്കൊണ്ടുപോകാൻ ഇറാൻ ആവതില്ലെന്ന് ട്രംപ്. ഇന്ത്യ US ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ പുതിയ നീക്കം. US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ചർച്ച. കരിങ്കടലിലേക്കുള്ള ചരക്ക് കപ്പൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി തുർക്കി. ഡാർഗനസ് കടലിടുക്ക് അടച്ചത് റഷ്യൻ എണ്ണ നീക്കത്തെ പ്രതിസന്ധിയിലാക്കും. തുർക്കി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് പ്രകോപന കാരണം. ഹോർമുസിന് പിന്നാലെ പുതിയ പ്രതിസന്ധിയിൽ. എണ്ണവില ഇനിയും ഉയരുമെന്ന് ലോകരാജ്യങ്ങൾക്ക് ആശങ്ക. ലയണൽ മെസ്സിയുടെ പിതാവ് ഹോർഗെ മെസ്സി അന്തരിച്ചു. ജന്മനാടായ റൊസാരിയോയിൽ പ്രാദേശിക സമയം രാത്രി 10 മണിയോടെ അന്ത്യം. ആദരാഞ്ജലി അർപ്പിച്ച് മെസ്സി ആരാധകരും ക്ലബ്ബുകളും. ഗ്രീൻലൻഡിൽ എണ്ണക്കിണർ കുഴിക്കാൻ അമേരിക്കൻ കമ്പനിയുടെ നീക്കം. ശക്തമായ പ്രതിഷേധവുമായി ഗ്രീൻലൻഡ് ഭരണകൂടം. ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയെന്ന് ആക്ഷേപം. വിശദമായി വരുമ്പോൾ, പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി ഒളിവിൽ പോയ അർജുൻ ആയങ്കി ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കണ്ണൂരിൽ അഭിഭാഷകയായ ഡെലീറ്റയുടെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പുലർച്ചെ 2:30 കസ്റ്റഡിയിലെടുത്തത്. ആയങ്കിയെ കോതമംഗലം പോലീസിന് ഉടൻ കൈമാറാനാണ് നീക്കം. ഇയാളുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കീഴടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. അഭിഭാഷകയുടെ വീട്ടിലെത്തി അതിനുള്ള നടപടിക്രമങ്ങൾ നീക്കുന്നതിനിടയിലാണ് നിർണായകമായ നീക്കം ഉണ്ടാവുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളും അർജുൻ ആയങ്കിയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഞങ്ങളിതിനെ കാണുന്നത് ഒരു ആയങ്കി മാത്രമല്ല,
ഒരു ഗുണ്ടക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു ആയങ്കിയെ പിടിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ പ്രവർത്തനം ആരെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഒരു നിയമപരമായ നടപടി കൂടിയാണ്. ഇന്നലെ തന്നെ ഞങ്ങളെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ ഏകദേശം 55 പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ആയങ്കിയുടെ കൂട്ടാളികളുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അതിന്റെ കൂടുതൽ കണക്ക് കിട്ടും. കൂടുതൽ പേര് കസ്റ്റഡിയിലായിരുന്നു, 100 പേരെങ്കിലും മൊത്തത്തിലായിട്ടുണ്ടാവുന്ന കണക്കാണ്. മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ചില റീൽ ഹീറോസായിട്ടും ബർത്ത്ഡേ പാർട്ടികൾ ആഘോഷിക്കുകയും വാളുകൊണ്ട് ഈ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ വലിയ ഷോ നടക്കുന്ന ആളുകൾ, അവരുടെ ആ ഷോ ഇന്ന് ഇതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. ഇതിൽ ഞങ്ങൾക്ക് ചില വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ട്. ഇതിന്റെ ചില ഗുണ്ടകളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ചില സ്പോൺസേഴ്സിന്റെ ആണ്. അർജുൻ ആയങ്കി അപ്പാർട്ട്മെന്റിൽ എത്തിയെന്ന് സംശയിക്കുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങളും ന്യൂസ് 8 ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 3:45 അപ്പാർട്ട്മെന്റിൽ എത്തിയത്. ചുവപ്പ് കാറിലാണ് ആയങ്കി എത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന് ഇതുവരെ പോലീസിനെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ആയങ്കിയെ പിടികൂടുന്നത് പോലീസിനും ഒരു അഭിമാന പ്രശ്നമായിരുന്നു. അത് SP വിജയൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി പ്രകടമാവുന്നുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും എന്താണ് പോലീസിൻ്റെ ഇനിയുള്ള നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. KV ബൈജു നമുക്കുമുണ്ട്. ബൈജു, ഈ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് നടത്തിരുന്ന ഈ അർജുൻ ആയങ്കി എങ്ങനെ ട്രാവൽ ചെയ്ത് കണ്ണൂർ വരെ എത്തി എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോലീസിലെ ആരെങ്കിലും സഹായമുണ്ടായിരുന്നോ എന്ന മറ്റു വിഷയങ്ങളുമുണ്ട്. എന്താണ് പോലീസിന് ഇതുവരെ ഈ ആയങ്കിയുടെ നീക്കം സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങൾ? ഇനി എന്താണ് പോലീസിൻ്റെ അടുത്ത നടപടി? ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു, ഭീഷണിപ്പെടുത്തി, ഇങ്ങനെയുള്ള കുറ്റത്തിനാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അതിൽ ജാമ്യം ലഭിക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എറണാകുളം പോലീസിന് കൈമാറാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു കൊടും ക്രിമിനൽ, അതായത് കൊട്ടേഷൻ സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ, അതോടൊപ്പം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ ഇത്രത്തോളം സഹായം ചെയ്തത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇന്നലെ 3:45 കൂടിയാണ് കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഈ അഡ്വക്കേറ്റിനെ, അഭിഭാഷകയുടെ ഇവരുടെ സുഹൃത്തു കൂടിയാണ് ഈ അഭിഭാഷക, അവരുടെ ആ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. പക്ഷേ പിന്നീട് പോലീസ് പിടികൂടുന്നതാകട്ടെ പുലർച്ചെ 1:25 ഈ 9 മണിക്കൂർ ഈ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലായിരുന്നു ഈ അർജുൻ ആയങ്കി കഴിഞ്ഞിരുന്നത്. നേരത്തെ തളിപ്പറമ്പിലെ ഒരു ചെറിയ ലോഡ്ജിലായിരുന്നു അർജുൻ ആയങ്കി താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ അർജുൻ ആയങ്കി താമസിക്കുന്നുവെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. പക്ഷേ ആ വിവരം അർജുൻ ആയങ്കി ലഭിക്കുന്നു. അതോടുകൂടി അർജുൻ ആയങ്കി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. നേരെ പയ്യന്നൂർ ഭാഗത്തേക്കാണ് ഒരു ഓട്ടോയിൽ പോകുന്നത്. പോലീസ് പിടികൂടാതിരിക്കാൻ വേണ്ടി തന്നെ ഏതെങ്കിലും തരത്തിൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ അർജുൻ ആയങ്കി വാങ്ങുന്നു. ആ ഫോണിൽ നിന്നും ഇയാളുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ആ കാറിലാണ് കണ്ണൂരിലേക്ക് ഇയാളെത്തുന്ന ഒരു ചുവന്ന കാറാണ്. ആ കാറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതോടൊപ്പം പോലീസ് ഈ ഫ്ളാറ്റിലെത്തുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ ഈ അർജുൻ ആയങ്കിയെ വലിയ തോതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കി, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കി. കഴിഞ്ഞ 48 മണിക്കൂറോളം കണ്ണൂർ പോലീസ് അർജുൻ ആയങ്കിക്കായി മുക്കും മൂലയും അരിച്ചു പറക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല, പിടികൂടാൻ സാധിച്ചില്ല. ഓരോ തവണ അർജുൻ ആയങ്കിയുടെ സ്ഥലം കൃത്യമായി പോലീസ് കണ്ടെത്തുമ്പോഴും അത് കൃത്യമായി അർജുൻ ആയങ്കിക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അവിടെ നിന്നും മാറുന്ന സാഹചര്യമുണ്ട്. ഈ ഏറ്റവും ഒടുവിലായി വളപട്ടണം പോലീസ് 8 പേരെ, ഇയാളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന 8 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ ചോദ്യം ചെയ്യുന്നു. കൂടുതൽ ചെയ്തതിലൂടെയാണ് കണ്ണൂരിൽ തന്നെ അർജുൻ ആയങ്കി ഉണ്ട് എന്ന വിവരം പോലീസിന് പിന്നീട് ലഭിക്കുന്നു. അങ്ങനെ ഇന്നലെ രാത്രി സംയുക്തമായി, അതായത് കണ്ണൂർ റൂറൽ പോലീസും കണ്ണൂർ ടൗൺ പോലീസും സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സംയുക്തമായി നടത്തിയ ഒരു തെരച്ചിലാണ് ഒടുവിൽ അർജുൻ ആയങ്കി പിടിയിലാകുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, പിടിയിലാകുമ്പോഴും പരിഹാസവും വെല്ലുവിളിയുമാണ് അർജുൻ ആയങ്കിയുടെ ഭാഗത്തുണ്ടാകുന്നത്. കടലിൽ പോയവരെ കണ്ടെത്തിയോ എന്ന തരത്തിലൊക്കെ പരാമർശം നടത്തുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു എന്ന ഒരു സൈബർ കുറ്റത്തിനാണ് ഇപ്പോൾ കണ്ണൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി
കോതമംഗലം പോലീസിന് കൈമാറും. ഇതിൽ നമുക്കറിയാം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഒരു പ്രതിക്ക് പരിരക്ഷ നൽകുന്ന രീതിയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അത്തരം കാര്യങ്ങളുണ്ട്. ഏതായാലും അതിലൊക്കെ നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കോതമംഗലം പോലീസിന് അർജുൻ ആയങ്കിയെ കൈമാറുക. എന്നാലും ഇനി ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യം ഇവിടെയാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്തിട്ടുള്ളത്. പ്രധാനമായി ആരാണ് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തത്, ഇത്തരത്തിൽ ഒളിവിൽ കഴിയാൻ, ഇത്തരത്തിൽ യാത്ര ചെയ്യാനൊക്കെ സഹായം ചെയ്തത് ആരാണ്, അതാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ അർജുൻ ആയങ്കിയെ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സൈറ്റ് അല്പസമയത്തിനുള്ളിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. അർജുൻ ആയങ്കിയെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും, പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അടുത്ത നീക്കം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈജു, ഒരു പ്രധാനപ്പെട്ട കാര്യം, അർജുൻ ആയങ്കി എങ്ങനെ കണ്ണൂർ എത്തിയെന്ന ചോദ്യമാണ്. കാരണം പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രതി, ഒരു ഗുണ്ട സംസ്ഥാനത്തിനകത്തുകൂടിയാണ് സഞ്ചരിച്ചതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. താൻ തൃശ്ശൂരിലുണ്ട്, മരച്ചുവട്ടിലുണ്ട്, അങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുകയാണ്. ഇത് സോഷ്യൽ മീഡിയ മറ്റാരും നിയന്ത്രിച്ചാൽ പോലും ഈ അർജുൻ ആയങ്കിയുടെ നീക്കങ്ങളെല്ലാം കേരളത്തിനകത്തുകൂടിയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ പുറത്തു വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതല്ലേ? അതായത് ആരൊക്കെയാണ് ഇത്തരം ക്രിമിനൽസിന് ഇപ്പോഴും സഹായം ചെയ്യുന്നവർ പോലീസിനകത്ത് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരവുണ്ടാവണ്ടേ? തീർച്ചയായും പോലീസ് ഇപ്പോൾ ചെയ്തതാണ്. പ്രധാനമായും ആരാണ് ഇയാൾക്ക് ഇത്തരത്തിൽ പോലീസ് സംവിധാനങ്ങളുടെ നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ഇത്തരത്തിൽ ഒളിച്ചു താമസിക്കാനൊക്കെ സഹായം നൽകിയത് ആര്, അതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അർജുൻ ആയങ്കി ഇത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ പ്രധാനമായും അറിയേണ്ടത് ഇത് തന്നെയാണ്, ആരാണ് ഇയാൾക്ക് ഇത്തരം സഹായം ചെയ്തു കൊടുത്തത്. കാരണം എറണാകുളത്ത് നിന്നും റോഡ് മാർഗം കാറിലൂടെ ഇങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ആരാണ് സഹായം ചെയ്തു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് ഏതായാലും നിർണായക ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം പോലീസിന്റെ വിശദമായ ഒരു വാർത്താ സമ്മേളനവും പ്രതീക്ഷിക്കുന്നുണ്ട്. വിശദമായ കാര്യങ്ങൾ വിവരിക്കാമെന്നാണ് DIG ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ടും ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അർജുൻ ആയങ്കിയെ പിടികൂടണമെന്ന് തന്നെയാണ് പോലീസ് അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായ സഹായം, അതോടൊപ്പം പോലീസിൽ നിന്ന് തന്നെ അർജുൻ ആയങ്കിക്ക് ഇത്തരം വിവരങ്ങൾ രഹസ്യമായി ഇയാൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോലീസ് കണ്ടെത്തുമ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നതും, അതുപോലെ തന്നെ പോലീസിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ, അത് മറ്റു സുഹൃത്തുക്കൾ ആരാണ്, കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ഇയാൾക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്. നമുക്കറിയാം ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളാകട്ടെ അങ്ങനെ ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉള്ള ഒരാളാണ്. ഇയാളുടെ ഓരോ പോസ്റ്റിനും അനുകൂലിച്ചു പോലും ആളുകൾ പ്രതികരിക്കുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സഹായം ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇയാളുടെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഇവിടെ കണ്ണൂരിലേക്ക് അഭിഭാഷകരുടെ അടുത്തേക്ക് എത്തുന്നത്. അഭിഭാഷകരുടെ വീട്ടിൽ മണിക്കൂറുകളോളം ഇയാൾ ഇവിടെ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് എത്തുമ്പോൾ ഈ വാതിൽ തുറന്നത് അർജുൻ ആയങ്കി തന്നെയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയായിരുന്നു ഇയാൾ പിടികൂടാൻ എത്തിയിരുന്നത്. പഴുതടച്ചുള്ള പോലീസിന്റെ ആ ഒരു ഇത്തരത്തിലുള്ള പരിശോധനയിലാണ് അർജുൻ ആയങ്കി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ആരൊക്കെ ഇയാൾക്ക് സഹായം ചെയ്തു, അതോടൊപ്പം പോലീസിൽ നിന്ന് തന്നെ ഇയാൾക്ക് സഹായം ചെയ്ത് കിട്ടിയിട്ടുണ്ട്, പോലീസിൽ നിന്നും വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ്, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും വരും മണിക്കൂറുകൾ അത്തരം വിവരങ്ങൾ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമായും ഈ കൊച്ചിയിലെ കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ കൂടുതലായും ഈ ചോദ്യം ചെയ്യൽ വേണ്ടി വരുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുന്നു. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രാഥമികമായി വിവരം തേടൽ നടത്തിയതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കി അടുത്ത നടപടിയിലേക്ക് പോവുക. നമ്മളിപ്പോൾ കാണുന്നതാണ് അർജുൻ ആയങ്കി അറസ്റ്റിലായതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതി ഹാജരാക്കുന്നതിന് വേണ്ടി പുറത്തിറക്കും. ചോദ്യം ചെയ്യൽ അതിനുള്ളിൽ പൂർത്തിയാവും. ഇതിനിടയിൽ പോലീസിന് ചോദിച്ചറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എങ്ങനെയായിരുന്നു അർജുൻ ആയങ്കിയുടെ നീക്കങ്ങൾ, ആരൊക്കെയാണ് സഹായം ചെയ്തത് അടക്കമുള്ള പ്രാഥമിക വിവരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം പോലീസ് ആയങ്കിയെ പിടികൂടാൻ പലവട്ട ശ്രമങ്ങൾ നടത്തുമ്പോഴും അവിടെ നിന്ന് തെന്നിമാറുന്നത് പോലീസിനുള്ളിൽ നിന്നും ഈ നീക്കങ്ങൾ അപ്പോൾ അർജുൻ ആയങ്കിക്ക് ലഭിച്ചിരുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ക്രിമിനൽ സംഘത്തിന് ആരാണ് പിന്തുണ നൽകുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ADGP P. വിജയൻ്റെ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ കുറേ സ്പോൺസേഴ്സ് ഇവർക്കൊക്കെ ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ
സ്വാഭാവികമായും ഉണ്ടാകും, ആ നീക്കങ്ങളുണ്ട്. അതുകൊണ്ട് പോലീസിനും ഇതൊരു അഭിമാന പ്രശ്നമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്ളാറ്റിൽ പോലീസ് എത്തുകയും തുടർ നീക്കങ്ങളും ഉണ്ടാകുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് വെളുപ്പിനെ ഈ ഫ്ളാറ്റിൽ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഫ്ളാറ്റിലെത്തിയാണ് പോലീസ് സംഘം പിടികൂടുന്നത് അർജുൻ ആയിങ്കെ എന്നതാണ്. അഭിഭാഷകയുടെ ഫ്ളാറ്റിലെത്തി ഇന്ന് കീഴടങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് ഇന്ന് പോലീസിൻ്റെ പിടികൂടുന്നത്, പോലീസിൻ്റെ നീക്കമുണ്ടാവുന്നത് എന്നതാണ്. അപ്പോൾ കീഴടങ്ങാൻ പോലീസ് അനുവദിച്ചില്ല, കസ്റ്റഡിയിലെടുക്കുക തന്നെയാണ് ചെയ്തത്. അതാണിപ്പോൾ ഉണ്ടാകുന്ന നീക്കം. അർജുൻ ആയിങ്കയ്ക്കെതിരെ ഇനി എന്ത് നടപടി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ആഭ്യന്തര മന്ത്രിയും പോലീസും അടക്കം ഈ വിഷയത്തിൽ വിശദമായി പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി നമുക്ക് ഉടൻ തന്നെ ലഭ്യമാക്കാനാകും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അർജുൻ ആയിങ്കി പിടിയിൽ. ഉടൻ തന്നെ അർജുൻ ആയിങ്കിയെ പുറത്തിറക്കും. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് എത്തിക്കാം. ആയിങ്കി എന്താണ് ഇനി പ്രതികരണം നടത്തുന്നത്? പിടിയിലാവുമ്പോഴും മുതലപ്പുഴയിൽ കാണാതായവരെ കിട്ടിയോ എന്ന് തുടങ്ങിയ പരിഹാസ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു നീക്കം അർജുൻ ആയിങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അർജുൻ ആയിങ്കയ്ക്കെതിരായ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് നീക്കം എന്നതാണ് ഇനി അറിയാം. അർജുൻ ആയിങ്കയെ ഉടൻ പുറത്തിറക്കും. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. അർജുൻ ആയിങ്കി ഈ വിഷയത്തിൽ ആരൊക്കെ സഹായം ചെയ്തു, ഒപ്പം തന്നെ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഇതൊക്കെയാണ് ഇന്നലെ പറയുന്നത്. ഇന്നലെ രാത്രിയും അർജുൻ ആയിങ്കി ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു. അത് എം വി ജയരാജൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ്. വെടിവെച്ചും പിടിക്കണം എന്ന എം വി ജയരാജൻ്റെ വാക്കുകൾക്കെതിരെയാണ് പറയുന്നത്. താൻ മുമ്പ് നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു, പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന കാര്യം മറക്കരുത്, സഹായിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുത് എന്തായിരുന്നു ആയിങ്കിയുടെ പോസ്റ്റ്. അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ നടത്തിയതിന് ഒടുവിലാണ്, കീഴടങ്ങാൻ ശ്രമിക്കുന്നതിന് ഒടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കീഴടങ്ങാനുള്ള നീക്കം അനുവദിച്ചു കൊടുത്തില്ല. അങ്ങനെയാണ് പോലീസിൻ്റെ അഭിമാന പ്രശ്നമായി ഈ അറസ്റ്റ് ഉണ്ടാവുന്ന സാഹചര്യം വഴിയൊരുക്കിയത്. വി വിനോദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, അർജുൻ ആയിങ്കി എന്നയാളുടെ രാഷ്ട്രീയം, അയാളുടെ ഇടപെടൽ, ഒരു ഗുണ്ടാസംഘ നീക്കം, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇങ്ങനെ ഉള്ള സംഭവങ്ങളിലെല്ലാം ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. മുമ്പത് CPM-ൻ്റെ ഭാഗമായിരുന്നു, അവർ അതിന് പഴി കേട്ടതാണ്. എന്നാൽ CPM പൂർണ്ണമായും തള്ളുകയാണ്. അർജുൻ ആയിങ്കിയെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന കാര്യം നിലപാടെടുക്കുകയാണ്. ഇനി പിടിയിലാവുന്ന അർജുൻ ആയിങ്കിക്ക് എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ നടത്താനുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ച് എത്ര കണ്ട് ആശ്വാസകരമാണ് ഇത്? കാരണം ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കം കൂടിയായിരുന്നല്ലോ. തൃശ്ശൂരിൽ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? സൈത് വെറും 10 വർഷം കൊണ്ടാണ് ഈ തരത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി എത്തുന്നു. അതിനുശേഷം ഈ ഒരു കുപ്രസിദ്ധ ഗുണ്ടയായി മാറുന്ന അർജുൻ ആയങ്കിയുടെ വളർച്ച. 2015-ലാണ് അർജുൻ ആയങ്കി DYFI ഉൾപ്പെടെയുള്ള ഈ യുവജന സംഘടനകളിലേക്ക് എത്തുന്നത്. തുടക്കത്തിൽ തന്നെ അക്രമ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളിലേക്ക് ആയങ്കി ചെന്നുപെട്ടിരുന്നു. തുടക്കത്തിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച സംഭവമുണ്ട്. 2 BJP പ്രവർത്തകരെ 2017-ൽ വധിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കുകയും അതിൽ 5 വർഷത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധപ്പെടുന്ന നിലയിലേക്ക് പോയി. TP വധക്കേസിലെ പ്രതികളടക്കമുള്ളവരുമായി, കൊടിസിനി ഉൾപ്പെടെയുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് സ്വർണ്ണക്കടത്തിലേക്ക് തിരിയുകയുമായിരുന്നു. ഇതോടുകൂടിയാണ് പൂർണ്ണമായും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക്, ക്രിമിനൽ വഴിയിലേക്ക് ആയങ്കി ചെന്നുപെടുന്നത്. തുടർന്ന് ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ DYFI ആയങ്കിയുടെ അംഗത്വം എടുത്ത് കളയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 2021-ലാണ് ഈ കുപ്രസിദ്ധമായ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഉൾപ്പെടുന്നത്. അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് സംഘം എത്തുന്നു. ഇവർക്ക് ചോർന്നു കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയങ്കി ഉൾപ്പെടുന്ന സ്വർണം പൊട്ടിക്കൽ സംഘം, അതായത് അനധികൃതമായി നിയമവിരുദ്ധമായി കൊണ്ടുവരുന്ന സ്വർണം അത് കടത്തുമ്പോൾ അവരിൽ നിന്ന് തട്ടിയെടുക്കുന്ന മറ്റൊരു സംഘമായി, അവരെക്കാൾ വലിയ ക്രിമിനൽ സംഘമാണ് ഈ പൊട്ടിക്കൽ സംഘം. അതിൻ്റെ ഭാഗമായി ആയങ്കി എത്തുന്നത്. അവിടെ വലിയ ചേസിംഗ് ഉണ്ടാകുന്നു. ഈ കാറുകൾ മത്സര ഓട്ടം നടത്തുമ്പോൾ ഈ സ്വർണം കൊണ്ടുവന്ന സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും അന്ന് 5 പേർ ആ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടിയാണ് വീണ്ടും ആയങ്കി വാർത്തകളിൽ കൂടുതൽ ഇടം പിടിക്കുന്നത്, ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത്. തുടർന്ന് പലവിധ കേസുകൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇങ്ങനെ എറണാകുളം ജില്ലയിലെ 2 ഉദ്യോഗസ്ഥരെ, CIമാരെ
പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും ഒടുവിൽ പോലും ആയെങ്കിൽ പോലീസിനെ ഈ ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നത് ആയെങ്കിയുടെ സഹോദരനാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ തുടരെ പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പിടിക്കാമെങ്കിൽ പിടിക്കൂ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ. മറ്റൊന്ന്, താൻ സുപ്രീം കോടതിയിൽ പോയായിരുന്നാലും മുൻകൂർ ജാമ്യം എടുക്കും, അതിനു മുൻപ് തന്നെ പിടികൂടാൻ കഴിയുമെങ്കിൽ പിടികൂടൂ എന്ന തരത്തിലുള്ള വെല്ലുവിളികൾ. ഇതെല്ലാം തന്നെ ആയെങ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 30 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ്. അതിനിടയിലാണ് ഇത്രയധികം ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നത്. മറ്റൊന്ന്, CPM-നെ സംബന്ധിച്ച് ഇത്തരക്കാർ വലിയ തലവേദനയായി മാറുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ G. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം, അതൊരു പക്ഷേ ഈ ഒരേ പാർട്ടിയിലുള്ളവർ തന്നെ തർക്കമുണ്ടാകുമ്പോൾ അവരെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള കാര്യമായാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരന് നേരെ ആ തരത്തിൽ ഫേസ്ബുക്കിൽ വലിയ തോതിൽ ആക്രമണമുണ്ടായി. ഈ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ സജീവമായിരുന്നു ആയെങ്കി, ആകാശ് തില്ലങ്കേരി പോലുള്ള ആളുകൾ. PJ ആർമിയുടെ ആദ്യത്തെ മുൻനിര പോരാളികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേജുകൾ കൈകാര്യം ചെയ്തിരുന്നു. പിന്നീട് CPM-ൻ്റെ തന്നെ സൈബർ ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകൾ ഇവർ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്കെത്തി. ജയരാജൻ്റെ ഗ്രൂപ്പ് മാത്രമല്ല, പല ഗ്രൂപ്പുകളും ഇവർ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്കെത്തി. അങ്ങനെ കീബോർഡ് വിപ്ലവം എന്ന നിലയിലേക്ക് തന്നെ ഈ പ്രവർത്തനങ്ങൾ മാറുന്നൊരു കാലഘട്ടമുണ്ട് സജിത്ത്. ഇതൊന്നും തന്നെ വർഗ്ഗസമരത്തിൻ്റെ പേരിലോ വിദ്യാർത്ഥി സമരത്തിൻ്റെ പേരിലോ ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങി ലാത്തിച്ചാർജോ മർദ്ദനമോ ഏറ്റതിൻ്റെ പേരിലോ അല്ല. ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നു, അതിന് പാർട്ടിയെ മറയാക്കുന്നു. അങ്ങനെ പാർട്ടിയുടെ പ്രവർത്തകരെന്ന് എളുപ്പത്തിൽ ഒരു പേര് ലഭിക്കാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും നല്ല മാർഗം സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്ക് വേണ്ടി കുറിപ്പുകൾ എഴുതുക, യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകൾ എഴുതുക, എതിരാളികളെ വാക്കുകൾ കൊണ്ട് നിരമ്പരിശാക്കുക. ഇത് കീബോർഡ് വിപ്ലവമാണ്. ഇത് ഈ നാട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റം, പ്രകടമായ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളൊരു തലമുറയുടെ പ്രതിനിധിയായി ആയെങ്കി മാറി. ഇത് CPM ഈ അപകടം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ആയെങ്കിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ആയെങ്കി അറിയില്ല, ആയെങ്കിക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ആകാമെന്ന നിലയ്ക്ക് പിണറായി വിജയന് തന്നെ പറയേണ്ടി വന്നു. പക്ഷേ പിണറായി വിജയൻ പോലും പറയേണ്ട തരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ വളർന്നു വന്നു. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വർഷം മുഖ്യമന്ത്രിയായ, അതിനു മുൻപ് പാർട്ടി സെക്രട്ടറിയായി ദീർഘകാലം ഇരുന്ന പിണറായി വിജയന് പോലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടി വരുന്നു എന്നത് തന്നെയാണ് CPM-ൻ്റെ ഏറ്റവും പ്രതിസന്ധി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. MV ജയരാജൻ കഴിഞ്ഞ ദിവസവും ആയെങ്കിക്കെതിരെ നിലപാടെടുത്തിരുന്നു. തൂഫാനെ പോലെ തൂക്കണം എന്നാണ് MV ജയരാജൻ്റെ വാക്കുകൾ വന്നത്. അതിന് പിന്നാലെ ആയെങ്കി MV ജയരാജനെ വിമർശിച്ചുകൊണ്ടും പോസ്റ്റ് ഇട്ടു. പിന്നിൽ നിന്ന് കുത്തരുത് എന്നതായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. പാർട്ടിക്ക് വേണ്ടിയുള്ള ചില സംഘർഷങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റ്. അതായത് 1-2 അക്രമ സംഭവങ്ങൾ, പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് എന്ത് കാര്യം ചെയ്താലും ആ ഒരു ലേബലിൽ, ആ ഒരു മറയിൽ, ആ ഒരു തണലിൽ പാർട്ടിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലവും സുരക്ഷിതരായി കഴിയാമെന്നുള്ള ചിന്താഗതി, അത് വലിയ അപകടം ചെയ്യും, പാർട്ടിക്ക് അപകടം ചെയ്യും, അത് പ്രത്യയശാസ്ത്രത്തിന് അപകടം ചെയ്യും, പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഏതായിരുന്നാലും CPM ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആയെങ്കിയുടെ കാര്യത്തിൽ കൈകഴുകിയത്. പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കാതെ ആയതോടെ ആയെങ്കി കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒറ്റയ്ക്ക് അഭിഭാഷകയെ കാണേണ്ടി വരുന്നതും കൂടെ അധികം കൂട്ടാളികളില്ലാതെ പോയതും ഒരു രാഷ്ട്രീയ സംരക്ഷണം ആയെങ്കിക്ക് കിട്ടാതെ പോയതും സജിത്ത്. അതാണ് സാഹചര്യം. KV ബൈജു കൂടി നമുക്കൊപ്പമുണ്ട്. ബൈജു, ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇറക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള ഒരു കാഴ്ച? സൈത്ത, ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇതിപ്പോൾ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷനകത്ത് ആണ് ഇപ്പോൾ അർജുൻ ആയെങ്കി ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കാണാം, ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിൽ പ്രധാനമായും അറിയേണ്ടത് അത് തന്നെയാണ്, ആരാണ് ഇയാൾക്ക് ഇത്തരത്തിൽ സഹായം ചെയ്തത്, ഒളിവിൽ കഴിയാൻ ഉൾപ്പെടെ സഹായം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. നമുക്കിപ്പോൾ കാണുന്ന ദൃശ്യം ഇതിനകത്താണ് ഇപ്പോൾ അർജുൻ ആയെങ്കി ഉള്ളത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതി, അതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു. അതോടൊപ്പം ജാമ്യമില്ലാ വകുപ്പ് കൂടി ഉൾപ്പെടുത്തി, അതായത് ഇത്തരത്തിൽ പോലീസിനെ ഒളിവിൽ പോയത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ജാമ്യമില്ലാ വകുപ്പ് ഒരുപക്ഷെ ചുമത്തിയേക്കാം. നിലവിൽ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളതാണ്. അതിനപ്പുറം ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു ആലോചന പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന
നടക്കുന്ന ഈ പോലീസ് സ്റ്റേഷന് അകത്താണ് ഇപ്പോൾ അർജുൻ നായങ്കി ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആരൊക്കെ ഇത്തരത്തിൽ സഹായം ചെയ്തു, ഇത്രയും ദിവസം പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഉൾപ്പെടെ വെല്ലുവിളിച്ച്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പോലും വെല്ലുവിളിച്ച് ഇങ്ങനെ ഒരു പ്രതി റോഡിലൂടെ സഞ്ചരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ ആരൊക്കെ കൃത്യമായി സഹായം ചെയ്തു കൊടുത്തു അത് അറിയേണ്ടതുണ്ട്. അതാണിപ്പോൾ ഏറ്റവും പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതൊക്കെ വകുപ്പുകൾ ഇപ്പോൾ അർജുൻ നായങ്കിക്കെതിരെ ചുമത്തി അത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. അത്തരം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ ആണ് അർജുൻ നായങ്കിയെ പിടികൂടുന്നത്. പോലീസ് 48 മണിക്കൂറോളമായി ഈ ഒരു അർജുൻ നായങ്കിക്കായി തെരച്ചിൽ നടത്തുകയായിരുന്നു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ അർജുൻ നായങ്കി കൃത്യമായി എത്തിയെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ കൃത്യമായ തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ പരിശോധനയൊടുവിൽ കൃത്യമായ ഒരു പരിശോധന, സംയുക്തമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് അർജുൻ നായങ്കി പിടിയിലാകുന്നത്. എന്തായാലും ഇതിൽ ഇനി ഏതൊക്കെ വകുപ്പുകൾ കണ്ണൂരിൽ ചുമത്തുന്നു എന്നാണ് പ്രധാനം. അതോടൊപ്പം കൊച്ചിയിലേക്കുള്ള കേസ് അങ്ങനെ കൃത്യമായി അർജുൻ നായങ്കിയെ പൂട്ടിടാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യലിലൂടെ ഏതൊക്കെ കൊട്ടേഷൻ സംഘങ്ങൾ ഇതിൽ പിന്നിലുണ്ട്, ഇയാൾ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം പോലീസിന് അറിയേണ്ടതുണ്ട്. അത്തരം ഒരു ചോദ്യം ചെയ്യാനാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ണൂർ ടൗൺ സിറ്റി ക്രൈംബ്രാഞ്ച് സൈബർ ഓഫീസ് പോലീസിൽ ഇപ്പോൾ നടക്കുന്നത്. ബൈജു സൂചിപ്പിച്ചതുപോലെ, ബൈജു ഈ കേസിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഇയാളുടെ ഒരു സമൂഹ മാധ്യമ ഇടപെടലൊക്കെയാണല്ലോ പൊതുവിൽ ഈ അർജുൻ നായങ്കി എന്ന പേര് കൂടുതൽ ചർച്ച ചെയ്തതിന് കാരണം. പക്ഷേ കോടതിക്ക് മുന്നിലേക്ക് ഈ കേസുകൾ ഫ്രെയിം ചെയ്യുമ്പോൾ അത് എത്ര കണ്ട് നിൽക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് പോലീസ് അറസ്റ്റ് ചെയ്തു, നാടകീയമായി അറസ്റ്റ് ചെയ്യുന്നു, കേസെടുത്താൽ പോലും ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ നാണക്കേട് കൂടിയായി മാറുമല്ലോ. അപ്പോൾ ആ പഴുതടച്ചൊരു നീക്കം ഇക്കാര്യത്തിൽ വകുപ്പുകൾ ചേർക്കുന്നതിൽ പോലും ഉണ്ടാകുമെന്ന് കരുതണോ? തീർച്ചയായും അതാണിപ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി നിയമോപദേശം ഉൾപ്പെടെ തേടി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ അർജുൻ നായങ്കിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഉദ്യോഗസ്ഥർ, ചില ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നതും ദൃശ്യങ്ങളിൽ നമുക്ക് തത്സമയം നമുക്ക് കാണാൻ സാധിക്കും. കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസാണ്. ഇവിടെയാണ് ഇപ്പോൾ അർജുൻ നായങ്കിക്കെതിരെയുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ സൈറ്റ് ചോദിച്ചതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ പ്രതികളെ പിടികൂടുമ്പോൾ സുപ്രീം കോടതിയുടെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് കഴിഞ്ഞ തവണ നിതിൻ രാജിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ രാമനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാടകീയമായ രംഗങ്ങളുണ്ടായിരുന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പഴുതടച്ചുള്ള കൃത്യമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം നിയമവൃത്തങ്ങളിൽ നിന്നുള്ള നിയമോപദേശം, അതെല്ലാം തേടിയുള്ള ഒരു അറസ്റ്റ്, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കാനാണ്, മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി ഉൾപ്പെടുത്തുമ്പോൾ അർജുൻ നായങ്കിയെ കൃത്യമായി പൂട്ടുക, അത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഇപ്പോൾ നടക്കുന്നത്. ബൈജു ഒന്ന് തുടരുക. ഇപ്പോൾ മാർട്ടിൻ ജോർജ്, കണ്ണൂർ DCC പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ഉണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, താങ്കൾ ഒരു പരാതിക്കാരൻ കൂടിയാണിതിൽ, ആഭ്യന്തര വകുപ്പെതിരായ ഇയാളുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട്. ഇതിൽ പഴുതടച്ചൊരു നീക്കം എങ്ങനെ കണ്ണൂരിലേക്ക് ഇയാൾ എത്തി, കേരളത്തിനകത്തുകൂടെ ഇങ്ങനെ സ്വതന്ത്രമായി എങ്ങനെ സഞ്ചരിക്കാൻ കഴിഞ്ഞു? നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ പോലീസിനകത്ത് ചിലർ ഇപ്പോഴും ആയങ്കിക്ക് വേണ്ടി നിലപാടെടുക്കുന്നുണ്ട്, വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്ന കാര്യം? ഇതിനകത്ത് കൃത്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് 2 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പോലീസിന്റെ ഇടയിൽ വിഷയമുണ്ടോ, ചോർത്തി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷെ അവരത്തരം അങ്ങനെയുണ്ട്. ഇത് വളരെ പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ്. നേരത്തെ അത്തരത്തിലുള്ള ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് കൃത്യമായി പഴുതടച്ച് തന്നെയാണ് കേരളത്തിലെ പോലീസ് ഈ അന്വേഷണം നടത്തിയതും പ്രതിയെ കൃത്യമായി പിടിക്കാൻ വേണ്ടി സാധിച്ചതും. അതിനകത്ത് വേറെ ഒരു വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വിഷയം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന് 2 ദിവസം കൊണ്ട് തന്നെ പിടിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. 2 ദിവസം എന്ന് പറയുമ്പോഴേ കേരളത്തിനകത്ത് ഒരു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു പയ്യൻ, വലിയ അന്താരാഷ്ട്ര ക്രിമിനലൊന്നുമല്ല, ഈ കേരളത്തിൽ തന്നെ ഉള്ള ആളാണ്, ഇയാളെയാണ് പിടികൂടാൻ നമുക്ക് ഈ ദിവസം വേണ്ടി വന്നത്. അതൊരു വിമർശനമുള്ള കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ ADGP വിജയൻ പറഞ്ഞ ഒരു കാര്യം,
ചില സ്പോൺസർമാരുണ്ട് ഈ അർജുൻ ആയങ്കിക്ക്, അവരിലേക്ക് കൂടി അന്വേഷണം എത്തുമെന്ന് പറയുന്നു. ഈ ആരാണ് ഈ സ്പോൺസർമാർ? അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടോ അതോ മറ്റു ബിസിനസ് ബന്ധമാണോ? അല്ലെ, അതിന് സ്പോൺസർമാരുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ അന്താരാഷ്ട്ര കുറ്റവാളി അല്ലാത്ത ഒരാള് ഇങ്ങനെ കേരളത്തിൽ നടക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം അതിനുവേണ്ട സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ടാകുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇപ്പൊ മുഖ്യമന്ത്രിയും എം വി ജയരാജനും ഒക്കെ രാഷ്ട്രീയ രംഗത്ത് തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രമാത്രമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും ഇതിനകത്ത് അദ്ദേഹത്തിന്റെ നേരത്തെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തെ CPM-ന്റെ ഒരു എല്ലാ രീതിയിലുള്ള ഇതിന് കുറ്റകൃത്യങ്ങളിലും ഒക്കെ തന്നെ പങ്കാളിയായിട്ടുള്ള ഒരാള് എന്ന നിലയിൽ അതിന്റേതായ രീതിയിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് ആ ഭാഗത്തുനിന്ന് ലഭിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പൊ ഇദ്ദേഹം ഈ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാവിധ കുറ്റകൃത്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ നിലയിലുള്ള അദ്ദേഹത്തിന് സപ്പോർട്ട് പുറത്തുനിന്നുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധം എന്ന് നിലനിർത്തിക്കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെതായ ആ രീതിയിലുള്ള സപ്പോർട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പോലീസിൽ ഇപ്പോഴും സർക്കാർ മാറിയെങ്കിലും പഴയ ഒരു രാഷ്ട്രീയ ബന്ധവും താല്പര്യവും സൂക്ഷിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അവരാണ് ഇവരെയൊക്കെ സഹായിക്കുന്നതെന്നൊരു ആക്ഷേപമുണ്ട്. ശരിയാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? പോലീസിൽ ഇപ്പോഴും അവരെ രാഷ്ട്രീയവൽക്കരിച്ച ഒരു പോലീസ് ആണല്ലോ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ കൊണ്ടു നടന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത് കൃത്യമായി അന്വേഷണ വിധേയമായി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷവും പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു CPM പോലീസ് എന്ന നിലയിൽ പോലീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കൃത്യമായ ഒരു അന്വേഷണം, പഴുതടച്ച ഒരു അന്വേഷണം അക്കാര്യത്തിലും ഉണ്ടാകണം. കാരണം ഇത്തരം ആളുകളൊന്നും സമൂഹത്തില് വിരാജിക്കുന്നത് ശരിയായ ഒരു സമീപനമല്ല, ശരിയായ ഒരു സന്ദേശവുമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെയും പോലീസ് ഓഫീസർമാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്ന ആ തരത്തിൽ പോകുമ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളവര് നോക്കിക്കാണുമ്പോൾ കേരളത്തിന്റെ ഒരു നിയമ സംവിധാനത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടല്ലേ? അപ്പം ഈ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന് വിളിക്കാവുന്ന, അതായത് രാഷ്ട്രീയ ബന്ധത്തെ തങ്ങളുടെ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ ഇടപെടൽ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെ ഇത് അർജുൻ ആയെങ്കിൽ ഒതുക്കരുത്, അതിലും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകണം, അല്ലെങ്കിൽ അത്തരം ആളുകളെയും നിയമ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അതായിരിക്കുമോ പോലീസിന്റെ നിലപാട്? പോലീസിന്റെ നിലപാട് അതാണെന്ന് ആഭ്യന്തരമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനു തന്നെ പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാനിലൂടെ ഒരുപാട് ഇത്തരം കുറ്റകൃത്യക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേരള പോലീസിന്. അത് നടപ്പിലാക്കുമെന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉന്നത പോലീസ് ഓഫീസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളതാണ്. കാരണം ഓണം അടക്കം ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നതാണ്. അപ്പൊ ഇത്തരം ക്രിമിനലിന്റെ അഴിഞ്ഞാട്ടം ഒരു കാരണവശാലും കേരള സമൂഹത്തിന് പറ്റുന്ന കാര്യമല്ല. അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള CPM നേതൃത്വങ്ങളെല്ലാം ഈ ആയങ്കിയെ തള്ളിപ്പറഞ്ഞു, ഞങ്ങളുമായി ഒരു ബന്ധമില്ലെന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് CPM-ന്റെ സഹായം ഇപ്പോഴും കിട്ടിയെന്ന് പറയാനാവുക? അത്തരം സഹായം കിട്ടുന്നു എന്ന് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അത് അവര് തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതൊരു തള്ളി പറഞ്ഞ ആത്മാർത്ഥത്തിൽ കൂടെയാണോ എന്നുള്ളത് കാര്യം എനിക്കറിയില്ല. പക്ഷെ അവര് തള്ളി പറഞ്ഞതായിട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന് കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വേറൊരു വശമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. അതായത് ഈ പുറമേക്ക് പറഞ്ഞെങ്കിൽ കൂടിയും ഇപ്പോഴും പാർട്ടി ബന്ധങ്ങളൊക്കെ, അത്തരം സഹായങ്ങളൊക്കെ സജീവമായി ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത്? ഇല്ല, ആ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഈ ഒളിച്ചിരിക്കാനും മറ്റ് ആ ഒരു പ്രസ്താവന ഇറക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുന്ന അത്തരം സംഭവങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അത് ഒരു പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉന്നത നേതാവും പറഞ്ഞതിനെ ഞാൻ അതേപടി അങ്ങ് തള്ളുന്നതല്ല, മറിച്ച് അത് എന്താണ് എന്നുള്ളത് കാര്യം കൂടി അന്വേഷണ വിധേയമാക്കണം. ആരാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത്? പാർട്ടി ലീഡർഷിപ്പിന്റെ ഉണ്ടോ, പാർട്ടിക്കാരുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരത്തെ അദ്ദേഹം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് അദ്ദേഹം പാർട്ടിയുടെ ഒരാൾ എന്ന നിലയിൽ ഇത്തരം ആക്ടിവിറ്റീസിന് ആ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിന്റെ ചിന്ന ഒരുപക്ഷെ പിന്തുണ ഇപ്പോഴും നിലവിൽ കിട്ടുന്നുണ്ടാവും. നേതൃത്വം അറിയാതെയാണോ അല്ലെ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള ആളുകളെ ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമാണ്.
ഇത്തരം പ്രസ്താവനകളും ഇത്തരം സോഷ്യൽ മീഡിയ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താല്പര്യമുള്ള കാര്യമല്ല എന്നുള്ളതിന് ഒരു സംശയം. ഒരു കാര്യം കൂടി, താങ്കൾക്ക് കണ്ണൂർ രാഷ്ട്രീയം കൃത്യമായി അറിയാവുന്ന ആൾ കൂടിയാണല്ലോ. ഇത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ ഇത്. സമീപകാലത്ത് കോൺഗ്രസിലും സമാന സ്വഭാവമുള്ള ചില നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ ലേബലിൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റിയും സമൂഹ മാധ്യമ ഇടപെടലുകളുമൊക്കെയായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെ കൂടി കൈകാര്യം ചെയ്യാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതല്ലേ? അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ കോൺഗ്രസ് പാർട്ടിയും തയ്യാറാകുമോ? കോൺഗ്രസിൽ അത്ര ആളുകളെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തള്ളി പറഞ്ഞിട്ടുണ്ടാവും, അതിനെ പിന്തുണ കൊടുക്കുകയില്ല, അതൊരു സംശയമില്ല. ആരാന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത്തരം ആളുകൾ ഉണ്ട് എങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമീപനം വെച്ച് അത്തരം ആളുകളെ തീറ്റിപ്പോറ്റുന്ന ഒരു സമീപനം കോൺഗ്രസ് പാർട്ടിക്കില്ല. അല്ല, ഇടുക്കിയിൽ ഒരു SFI നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിലുള്ള വ്യക്തിയെ അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരൻ അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചതും രാഷ്ട്രീയ നിലപാട് എടുത്തതും ഒക്കെ വലിയ വിവാദമായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വങ്ങൾ പൊതുവിൽ കറകളഞ്ഞ് ഇക്കാര്യത്തിൽ ശുദ്ധത വരുത്തേണ്ടേ എല്ലാ അർത്ഥത്തിലും? ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ തന്നെ കൃത്യമായി ആ കൊലപാതകം ആരാണ്, എങ്ങനെയാണ്, ആരാണ് ആവിഷ്കരിച്ചത്, ആരാണ് നടപ്പിലാക്കിയത്, ഹോസ്റ്റലിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്ന സീനും എല്ലാം ഉണ്ട്. അപ്പൊ അത് കൃത്യമായി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൽ പ്രതിയല്ല എന്നുള്ളത് അന്നേ KPCC പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്, പാർട്ടി നേതൃത്വം DCC പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതും ഇതുമായി കൂട്ടിയോജിപ്പിക്കുക എന്നതിൽ കാര്യമില്ല. അതൊരു ഇൻസിഡന്റ് എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, അദ്ദേഹം അതിനകത്ത് പ്രതിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ അന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് അതുമായി താരതമ്യം ചെയ്ത ഒരു സാമ്യമുള്ള ഒരു കേസായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. ശരി, വളരെ നന്ദി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജാണ്, അദ്ദേഹമാണ് പ്രതികരിച്ചത്. അദ്ദേഹമാണ് ഈ വിഷയത്തിലെ ഒരു പരാതിക്കാരൻ കൂടി. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ പ്രസക്തി. ഒരു ചെറിയ ഇടവേളയാണ്, മടങ്ങി വരാം. മറ്റു വാർത്തകളിലേക്ക് കൂടി വരുമ്പോൾ, അമേരിക്ക ഉപാധികൾ അംഗീകരിക്കാത്തിടത്തോളം ഹോർമുസ് തുറക്കലെന്ന നിലപാടുമായി ഇറാൻ. ഹോർമുസിൽ പുതിയ കപ്പൽ പാത എന്ന ആശയം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിനിടെയാണ് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നത്. UAE എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിഷേധം കടുക്കുകയാണ്. വിനോദുണ്ട്. വിനോദ്, ഈ വിഷയത്തിൽ ഇറാൻ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഹോർമുസിൽ സംഭവിക്കാൻ പോകുന്നത്? ഒപ്പം ഇതിൽ പശ്ചിമേഷ്യയിലെ സമാധാന വിഷയങ്ങൾ ഉടൻ ഉണ്ടാകും, ഇറാൻ ഏറെക്കാലം മുന്നോട്ട് പോകാനാവില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് നിലപാടെടുത്തിട്ടുണ്ടല്ലോ. എന്താണ് സംഭവിക്കുന്നത്? സൈത്ത്, ഹോർമൂസിൽ ഇപ്പോഴുള്ള പാതയുടെ കാര്യത്തിലാണ് ഇറാൻ്റെ പ്രധാന പിടിവാശി. ആ പാതയിലുള്ള അവരുടെ പരമാധികാരം അത് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഇറാൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഒമാനുമായി ചേർന്ന് ഇപ്പോൾ ഒരു സമാന്തര പാത, ഹോർമൂസിൽ ഒരു സമാന്തര പാത തുറക്കാനുള്ള തീരുമാനം, അതിനോട് ഇറാൻ അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. അതിൻ്റെ കരാറിൻ്റെ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും അമേരിക്കയുടെ നിലപാട് വ്യക്തമാകണം. ഹോർമൂസിൽ ഇപ്പോഴുള്ള പാത, അതിൽ അമേരിക്കയുടെ അധീശത്വമോ അല്ലെങ്കിൽ അമേരിക്ക മറ്റ് രാജ്യങ്ങളെ, അത് ഗൾഫിലെ രാജ്യങ്ങളെയൊക്കെ തന്നെ പങ്കാളികളാക്കാനുള്ള ചില നീക്കം നടത്തുന്നുണ്ട്. അതൊന്നും തന്നെ അംഗീകരിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ഹോർമൂസിൽ 2 പാതകളാകും ഇനി ഉണ്ടാകുക. നേരത്തെ ഉള്ള പാത, അതിൽ ആ പാതയിൽ പൂർണ്ണമായ അധികാരം തങ്ങളിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സമാന്തര പാത അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സമാന്തര പാത എന്ന തീരുമാനത്തോട് അനുകൂലമായ നിലപാടെടുക്കാമെന്ന ഒരു തരത്തിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ കപ്പലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. കാരണം UAEയുടെ 16ാമത്തെ കപ്പലാണ്, ഈ സംഘർഷം തുടങ്ങിയ ശേഷം UAEയുടെ തന്നെ 16ാമത്തെ കപ്പലാണ് ഈ തരത്തിൽ ആക്രമിക്കപ്പെടുന്നത്. അതിൽ പ്രത്യേകിച്ച് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ കപ്പലുകളാണ് ഇതെല്ലാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലത്തെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ കപ്പലുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, അവരുടെ എണ്ണ വ്യാപാരത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ പ്രതിഷേധം അത് കൂടുതൽ ശക്തമാവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധത്തിനപ്പുറത്തേക്ക് മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോവുകയാണ്. GCC
സെക്രട്ടറി ജാസിം മുഹമ്മദും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായി തന്നെ ഇറാൻ്റെ ആക്രമണത്തെ എതിർക്കുന്നു. അതേസമയം ഇറാൻ പറയുന്നത് നിങ്ങൾ സ്വന്തം നിലപാടിൽ നിൽക്കൂ, സ്വന്തം നയങ്ങളുമായി മുന്നോട്ട് വരൂ, അമേരിക്കയുടെ വാക്കുകൾ കേൾക്കാതിരിക്കൂ എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. ചില നിർണായക നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇറാഖിൻ്റെ എണ്ണ അത് ഹോർമൂസ് വഴി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് സൗദിയുമായുള്ള ചർച്ച നേരത്തെ സൗദിയും ഇറാഖും തമ്മിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചതായിരുന്നു. അതിനിടയിലാണ് ഇറാഖിലേക്ക് സൗദിയുടെ കൂടി സംയുക്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതോടുകൂടിയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഉലയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ സൗദി ഇൻ്റലിജൻസ് മേധാവി ഖാലിസ് ഹുമൈദാൻ ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സൈദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നേരിട്ട് തന്നെയാണ് സൗദിയുടെ ഇൻ്റലിജൻസ് മേധാവി ഇറാഖിലേക്ക് എത്തിയത്. അടുത്ത ആഴ്ച തന്നെ ഇവർ തമ്മിലുള്ള, അതായത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗികമായ ചർച്ചകൾ നടക്കും, അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സൗദിയും ഇറാഖുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അത് ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രധാനമായും അങ്ങനെയെങ്കിൽ ഇറാൻ ഒന്ന് അയയാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനിലെ തീവ്ര ഗ്രൂപ്പുകൾ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സൗഹൃദ രാഷ്ട്രമാണ് ഇറാഖ്. സൗദിയിൽ നിന്നൊക്കെയുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ സൗദിക്ക് നേരെ ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഇറാനെ പിന്തുണച്ചുകൊണ്ടാണ് ഇറാഖ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ മുസ്തഫയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ആശങ്കകളും ഒരു വശത്ത് നിൽക്കുകയാണ്. മുസ്തഫ ഖമേനി മരിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ, നേരത്തെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഇപ്പോൾ മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാൻ കൂടുതൽ പ്രതിരോധത്തിലാകുമോ എന്നതാണ് അമേരിക്കയും ഇസ്രയേലും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരമാധികാരി നഷ്ടപ്പെട്ടാലും അവർ IRGCയുടെ നേതൃത്വത്തിൽ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ്. ആയുധശേഷിയുടെ കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മൊസാദിനൊക്കെ തന്നെ അളക്കാൻ കഴിയുന്നതിൻ്റെ എത്രയോ മടങ്ങ് ശക്തി ഇറാന് ഉണ്ടായിരുന്നു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹോർമൂസിലെ സമാന്തര പാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപക്ഷെ അമേരിക്ക നിലപാടുകൾ ഒന്ന് അയഞ്ഞാൽ അല്ലെങ്കിൽ അയവ് വരുത്തിയാൽ ഇറാൻ ഈ രണ്ടാമത്തെ പാതയെ അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ ശാന്തമാകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. സജിത്ത്, അങ്ങനെയാണ് സാഹചര്യം. എന്തായാലും അമേരിക്ക ഇറാനെ ഏറെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ഇറാനും കടുത്ത നിലപാടുകൾ തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലോകക്രമത്തിൽ തന്നെ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കിയതിന് കാരണം ഹോർമുസ് കടലിടുക്കിലുണ്ടായ ഗതാഗത തടസ്സങ്ങളാണ്. ഇറാൻ ഹോർമുസ് അടച്ചത് ഇന്ധനവില വർധനവിന് വലിയ സാഹചര്യമൊരുക്കിയിരുന്നു. ഇപ്പോൾ മറ്റൊരു യുദ്ധം സമാനമായ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നതാണ് ആശങ്ക. റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം തുർക്കിയാണ് പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇത് ഉണ്ടാക്കുന്ന പ്രതിഫലനം ഇങ്ങനെയാണ്. കരിങ്കടലിലേക്കുള്ള ചരക്ക് കപ്പൽ ഗതാഗതത്തിന് തുർക്കി നിയന്ത്രണം ഏർപ്പെടുത്തി. റഷ്യ-യുക്രൈൻ യുദ്ധം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പെരുകിയതോടെയാണ് തുർക്കിയുടെ അടിയന്തരമായ നടപടി. അതായത് തങ്ങളുടെ രാജ്യത്തെ കപ്പലുകൾക്ക് നേരെയും ഈ റഷ്യ-യുക്രൈൻ സംഘർഷത്തിൻ്റെ ബാധിക്കലുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഇത്തരമൊരു സമ്മർദ്ദ നീക്കത്തിലേക്ക് തുർക്കിയെ കൊണ്ടുവരുന്നതിന് കാരണം. കരിങ്കടലിലേക്കുള്ള പ്രവേശന കവാടമായ ഡാർഡനല്ലസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതത്തിനാണ് തുർക്കി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയിലെ പ്രധാനപ്പെട്ട എണ്ണ ധാന്യ കയറ്റുമതി കേന്ദ്രമായ നൊവോറോസ്കിയിലേക്കും യുക്രൈൻ തുറമുഖങ്ങളിലേക്കും നീങ്ങുന്ന കപ്പലുകൾക്ക് നിലവിൽ അനുമതി നൽകുന്നതാണ് തുർക്കി കോസ്റ്റ് ഗാർഡ് നിർത്തിവച്ചിരിക്കുന്നത്. അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ നീക്കത്തെ ഗുരുതരമായി ബാധിക്കുമെന്നതാണ് ഈ നടപടിയുടെ ചുരുക്കം. അത് ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന എണ്ണവിലയിൽ വീണ്ടും വർധനവ് ഇടവയ്ക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമോ കണ്ടറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ തുർക്കി ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ തുർക്കി പൗരന്മാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്വന്തം കപ്പലുകളുടെയും പൗരന്മാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ നിർണായകമായ നീക്കത്തിന് ഇപ്പോൾ തുർക്കി തയ്യാറാവുന്നത്. മേഖലയിൽ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം റഷ്യയോടും യുക്രൈനോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സംഘർഷം കൂടുതൽ വഷളായാൽ ആഗോളതലത്തിൽ ഇന്ധന ഭക്ഷ്യവിതരണ ശൃംഖലയെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. 1936 മോൺട്രോ കൺവെൻഷൻ പ്രകാരം ഈ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണ അധികാരം നിലവിൽ തുർക്കിക്കാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം ഇതിനകം തന്നെ പ്രതിസന്ധിയിലായിരിക്കെ കരിങ്കടലിൽ തുർക്കി ഏർപ്പെടുത്തുന്ന ഈ നിയന്ത്രണം ആഗോള വിപണിയിൽ എണ്ണയുടെയും ഒപ്പം തന്നെ ഗോതമ്പിൻ്റെയും വിലയിലും അടക്കം വലിയ വർധനവ് ഇടവച്ചേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.
മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുമാണ്. അതായത് അനുമതിയില്ലാതെ ഗ്രീൻലൻഡ്, അതായത് ഐസ് മൂടപ്പെട്ട് കിടക്കുന്ന ഗ്രീൻലൻഡിൽ എണ്ണക്കിണർ കുഴിക്കാനുള്ളൊരു പദ്ധതി നടത്തുന്നു. ഈ നീക്കത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഗ്രീൻലൻഡ് സർക്കാർ രംഗത്ത് വന്നു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധമുള്ള അമേരിക്കൻ എണ്ണ കമ്പനിയാണ് ഇത്തരം ഒരു ഡ്രില്ലിങ്ങിനുള്ള നീക്കവുമായി രംഗത്ത് വരുന്നത്. ഗ്രീൻലാൻഡിൻ്റെ കിഴക്കൻ തീരത്തെ ജെമേഴ്സൺ ലാൻഡിൽ മേഖലയിലാണ് എണ്ണ പരിവേഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ഡ്രില്ലിംഗ് ഉപകരണങ്ങൾ ഇറക്കിയതോടെ തന്നെ അധികൃതർ നടപടിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ടെക്സസ് ആസ്ഥാനമായ ഗ്രീൻലാൻഡ് എനർജിയാണ് ഈ മേഖലയിൽ എണ്ണ പരിവേഷണത്തിന് തയ്യാറെടുക്കുന്നത്. പ്രദേശത്ത് ഏകദേശം $1 ട്രില്യൺ മൂല്യമുള്ള അസംസ്കൃത എണ്ണ നിക്ഷേപമുണ്ട് എന്നതാണ് ഈ കമ്പനിയുടെ അവകാശവാദം. ഗ്രീൻലാൻഡ് സർക്കാർ ഇതുവരെ ഈ ഡ്രില്ലിങ്ങിന് അനുമതി നൽകിയിട്ടില്ല. പക്ഷേ 2021 മുതൽ ഈ മേഖലയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് ഒരു തരത്തിലുള്ള അനുമതിയും അനുവദിക്കുന്നില്ല. ലൈസൻസുകൾ പൂർണ്ണമായും അനുവദിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ബ്രിട്ടീഷ് കമ്പനിയായ 80 മൈലിന് പര്യവേഷണ അവകാശം നേരത്തെ അവിടെ നിന്ന് ലഭിച്ചിരുന്നു. ഈ അനുമതി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അമേരിക്കൻ കമ്പനിയുടെ പുതിയ നീക്കം എന്നതാണ് സാഹചര്യം. ഇപ്പോഴത്തെ നീക്കത്തിന് മറ്റൊരു രാഷ്ട്രീയ മാനവുമുണ്ട്. മറ്റൊന്നുമല്ല, ട്രംപ് വീണ്ടും ഗ്രീൻലൻഡിനെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സമയത്തു കൂടിയാണ് ട്രംപിന് സ്വാധീനമുള്ള ഒരു അമേരിക്കൻ കമ്പനി എണ്ണ പരിവേഷണ നീക്കവുമായി ഗ്രീൻലൻഡിൽ എത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രംപുമായി ബന്ധമുള്ള ഒരു മുൻ TV അവതാരകൻ ഈ പദ്ധതിയെക്കുറിച്ച് നേരത്തെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരുന്നു. സ്വാഭാവികമായും ട്രംപിൻ്റെ നീക്കം അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ പുതിയ നീക്കം ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്നുറപ്പാണ്. ഇന്ത്യ-US ബന്ധത്തിൽ ഒരു സുപ്രധാനമായ നീക്കം കൂടി നടക്കുന്നുണ്ട്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. പ്രധാന മേഖലകളിൽ ഇന്ത്യ-US സമഗ്ര ആഗോള തന്ത്രപരമായ ഒരു പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തത്. അതായത് ഇരു നേതാക്കളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം എന്നത് ഇനി മുതൽ അങ്ങോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കത്തിൻ്റെ തുടക്കം കൂടിയായി മാറണമെന്നതാണ് ഈ ചർച്ചകളുടെ തുടക്കം. സംഭാഷണത്തിനിടെ വാൻസിനും ഭാര്യ ഉഷ വാൻസിനും പുതിയൊരു ആൺകുഞ്ഞ് പറഞ്ഞതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചിട്ടുമുണ്ട്. വാൻസിൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രി തൻ്റെ ആശംസ നേർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെയാണ് ഈ വിവരങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. അതായത് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വാർത്തയാണ്. ഗൂഗിൾ ഡ്രൈവിലേക്ക് നേരിട്ട് ഇനി മുതൽ ഫോട്ടോകൾ സേവ് ചെയ്യപ്പെടും. നാളെ മുതൽ, അതായത് 10-ാം തീയതി മുതലാണ് ഈ നിർണായക തീരുമാനം ഗൂഗിൾ നടപ്പിലാക്കുന്നത്. പക്ഷേ പേടിക്കേണ്ട, മൊബൈൽ ഉപഭോക്താക്കൾക്കൊന്നും ഈ പ്രതിസന്ധിയില്ല. മറിച്ച് ഡെസ്ക്ടോപ്പ് ഉപഭോക്താക്കൾക്ക് മാത്രമാണിത് ബാധകമാകുക. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നതിൽ മാത്രമേ ഇനി ആശങ്കപ്പെടേണ്ടതുള്ളൂ. ഇനി മുതൽ കമ്പ്യൂട്ടറിൻ്റെ ഫോൾഡറുകളിൽ നിന്ന് നേരിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് നേരിട്ട് ഫോട്ടോകൾ സേവ് ചെയ്യപ്പെടില്ല. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്തരം ആപ്പ് വഴി അതൊന്നും ഒരു തടസ്സവുമില്ലാതെ തുടരും. പക്ഷേ ഡെസ്ക്ടോപ്പുകളിൽ ഇത് ബാധകമാണ്. ഇതിൻ്റെ പേരിൽ നിലവിൽ ഗൂഗിൾ ഫോട്ടോസ് എല്ലാം സുരക്ഷിതമായിരിക്കും. നിലവിൽ സേവ് ചെയ്ത ഫോട്ടോകൾക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല, നഷ്ടപ്പെടുമെന്ന ആശങ്കയും ആർക്ക് വേണ്ട. ഗൂഗിൾ ഫോട്ടോസ് സേവനം അവസാനിക്കുന്നില്ല. നിലവിൽ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഒന്നും ഡിലീറ്റ് ചെയ്യപ്പെടില്ല. നേരത്തെ കമ്പ്യൂട്ടറിലെ പ്രത്യേക ഫോൾഡറുകൾ തിരഞ്ഞെടുത്ത് അവയിലെ ഫോട്ടോകളും വീഡിയോകളും ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഓട്ടോമാറ്റിക്കായി ബാക്കപ്പ് ചെയ്യാൻ ഗൂഗിൾ ഡ്രൈവിലൂടെ സാധിച്ചിരുന്നു. കമ്പ്യൂട്ടറിലെ ഫോട്ടോകൾ ഗൂഗിൾ ഫോട്ടോസിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഗൂഗിൾ ഡ്രൈവ് ഫോർ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് പുതിയ മാറ്റം പ്രധാനമായും ബാധകമാവുന്നത്. അത് മറ്റാരെയുമല്ല, ഫോട്ടോഗ്രാഫർമാർ, കണ്ടന്റ് ക്രിയേറ്റർമാർ, വലിയ ഫോട്ടോ ലൈബ്രറികളുള്ളവർ, കമ്പ്യൂട്ടറുകളിൽ നിന്നും സ്ഥിരമായി ഫോട്ടോകൾ ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യുന്നത്, ഇവരെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അവർ മാത്രമേ ഇത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇനി കമ്പ്യൂട്ടറിലെ ഫോട്ടോകൾ ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് മാത്രം. ഇത്തരം ആളുകൾക്കും ഇത് ഉപയോഗിക്കാം, പക്ഷേ അവർക്ക് ചില സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മൊബൈൽ ഫോൺ വഴി ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നവർക്ക് ഈ മാറ്റങ്ങളൊന്നും ബാധകമല്ല. സേവനങ്ങളെല്ലാം പഴയപടി തന്നെ തുടരുക ചെയ്യും. ഒരു ഇടവേള, മടങ്ങി വരാം.
മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അർജന്റീനൻ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ പിതാവ് ഹോർഗെ മെസ്സി അന്തരിച്ചു. അർജന്റീനയിലെ സ്വന്തം ജന്മനാടായ റൊസാരിയോയിൽ വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 10 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അർജന്റീന സ്പെയിനോട് പരാജയപ്പെട്ട ആ ലോകകപ്പിനിടയിൽ തന്നെയാണ് ഹോർഗെ മെസ്സിയുടെ രോഗവിവരങ്ങൾ വലിയ ചർച്ചയായത്. മത്സരങ്ങൾക്കിടെ വികാരാധീനായ മെസ്സിയോട് മുൻ സഹതാരവും നിരീക്ഷകനുമായ ഹുവാൻ പാബ്ലോ സോറിൻ സംസാരിച്ചപ്പോൾ കുടുംബം ഒരു വലിയ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്നും എല്ലാവരുടെ പിന്തുണ വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് മെസ്സി കുടുംബം പുറത്തിറങ്ങിയ പ്രസ്താവനയിലും ഹോർഗെ മെസ്സിയുടെ ചികിത്സയിലാണെന്നും ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ടെന്നുള്ള അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഭാര്യ സെസീലിയ, മക്കളായ ലയണൽ, റോഡ്രിഗോ, മാട്രിയാസ്, മകൾ മരിയ സോൾ, പേരക്കുട്ടികൾ എന്നിവരെല്ലാം വേർപിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ പിതാവിൻ്റെ ദീർഘനാളുകളായുള്ള താമസം. ലയണൽ മെസ്സിയെ ലോകത്തിന് സംഭാവന ചെയ്തതിൽ ഏറ്റവും പ്രധാനിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തുടക്കഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് മാറ്റമടക്കം അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് പരിചയപ്പെടുന്ന അടുത്തമുള്ള കാര്യങ്ങളിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ഒരു ഘട്ടത്തിൽ സ്പോൺസർമാരൊന്നുമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു ഘട്ടത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തൻ്റെ മകനെ ഫുട്ബോളിൻ്റെ നെറുകിലേക്ക് എത്തിക്കാൻ ആ പിതാവ് വഹിച്ച വളരെ തന്ത്രപരമായ ചുമതലകൾ ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ താരത്തെ ലോകത്തിന് സംഭാവന ചെയ്യുന്ന പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ലോകരാജ്യങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. മെസ്സിയുടെ ആരാധകർ അനുശോചനം രേഖപ്പെടുത്തുന്നു. വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച തീരുമാനം ഉടനെ ഉണ്ടാകും. എന്തായാലും ലയണൽ മെസ്സി എന്ന ഒരു ഫുട്ബോൾ താരത്തെ, ഇതിഹാസ താരത്തെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ആ നിർണായകമായ പങ്കുവഹിച്ച പിതാവാണ് ലോകത്തോട് വിട പറഞ്ഞത്. പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.